പ്രിയപ്പെട്ടവരെ, ഇസ്രയേലിന്റെ മുൻ പ്രധാനമന്ത്രി ലിബർമാൻ ഒരു ഗുരുതരമായ പ്രസ്താവനയാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഇസ്രയേലിന്റെ മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഇറാനാണ് വിജയിച്ചിരിക്കുന്നത്, ഇസ്രയേലും അമേരിക്കയും പരാജയപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ വിചാരണ ചെയ്യേണ്ടതുണ്ട്, ചോദ്യം ചെയ്യേണ്ടതുണ്ട്, അദ്ദേഹം രാജിവെച്ച് പുറത്തു പോകേണ്ടതുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇദ്ദേഹം ഇറാനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു വ്യക്തിയാണ്. മാത്രമല്ല, ഇറാനെതിരെ ആണവായുധം പോലും ഉപയോഗിക്കേണ്ടി വരുമെന്ന് മുമ്പ് പ്രസ്താവന നടത്തിയ ഒരു വ്യക്തി കൂടെയാണ് ലിബർമാൻ എന്നറിയപ്പെടുന്നത്. എന്നാൽ അദ്ദേഹമാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. ലോകത്ത് ആർക്കും അതിൽ തർക്കമില്ല. കാരണം യുദ്ധത്തിന് മുമ്പ് ഇല്ലാത്ത അധികാരങ്ങൾ കൂടെ ഇറാന് ലഭിച്ചിരിക്കുകയാണ്. അമേരിക്കയും ഇസ്രയേലും മുന്നോട്ട് വെച്ച ഒരു കാര്യവും അവർക്ക് നേടിയെടുക്കാൻ സാധിച്ചില്ല. ഭരണമാറ്റമില്ല, മിസൈൽ ഫെസിലിറ്റികൾ തകർക്കുന്നില്ല, ആണവ കരാറില്ല, ഭീഷണികൾ എല്ലാം അവസാനിച്ചു. അതുകൊണ്ട് തന്നെ യുദ്ധത്തിൽ ഇറാൻ വിജയിച്ചു എന്നതിൽ ആർക്കും സംശയമില്ല. എന്നാൽ എന്തുകൊണ്ടാണ് മണിക്കൂറുകളെ കൊണ്ട് ഡൊണാൾഡ് ട്രംപിന് മനസ്സ് മാറിയത്? അതായത് ഈ രാത്രി ഇറാനെ ചുട്ട് ചാമ്പലാക്കും എന്ന് പറഞ്ഞ വ്യക്തിയാണ് മണിക്കൂറുകൾ കഴിയുമ്പോൾ പ്രതികരിക്കുന്നില്ല, ഇറാനെതിരെ തിരിച്ചടിയില്ല, ഒരു ഡീലിംഗിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുന്നു എന്ന പ്രസ്താവനയുമായി വരുന്നത്. അതിന് കാരണമായത് ഇറാന്റെ അവസാനത്തെ തിരിച്ചടിയാണ് എന്നാണ് ഇപ്പോൾ ചില മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് രണ്ട് സാറ്റലൈറ്റ് ചിത്രങ്ങൾ കാണാൻ സാധിക്കും. ഒന്നാമത്തേത് കുവൈത്തിലുള്ള അലി സാലിം എന്നറിയപ്പെടുന്ന എയർബേസിൽ നിന്നുള്ള ഒരു ചിത്രമാണ്. അവിടെയുള്ള അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ASR 1000L എന്നറിയപ്പെടുന്ന ഒരു വ്യോമ നിരീക്ഷണ റഡാർ. ഇതിന് മില്യൺ കണക്കിന് ഡോളർ ചെലവാക്കി മിഡിൽ ഈസ്റ്റിന്റെ പല ഭാഗങ്ങളും, പ്രത്യേകിച്ച് ഇപ്പോൾ ഇറാനെ എല്ലാം നിരീക്ഷിച്ചു കൊണ്ടിരിക്കാൻ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട റഡാറാണ്. അവസാനത്തെ ഇറാന്റെ തിരിച്ചടിയിൽ ഈ റഡാറിനെ തരിശാക്കിയിരിക്കുകയാണ്. അതിന്റെ ഒരു സാറ്റലൈറ്റ് ചിത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത് കുവൈത്തിലാണ്. എന്നാൽ അതേ സമയത്ത് ബഹ്റൈനിലും ഇറാൻ ആക്രമണം നടത്തിയിട്ടുണ്ട്. ബഹ്റൈനിൽ നിന്നുള്ള ഒരു സാറ്റലൈറ്റ് ചിത്രമാണിത്. ജബൽ ദുഹാൻ എന്നറിയപ്പെടുന്ന ഭാഗത്തുള്ള അമേരിക്കയുടെ വളരെ പ്രധാനപ്പെട്ട AR 327 എന്നറിയപ്പെടുന്ന ഒരു ദീർഘദൂര റഡാറാണിത്. ഈ റഡാറും മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ പ്രതിരോധത്തിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച ഒന്നാണ്. എന്നാൽ ഇതിനെ കൃത്യമായി ഇറാൻ ടാർഗറ്റ് ചെയ്തിരിക്കുകയാണ്. എങ്ങനെയാണ് ഇത്രയും കൃത്യമായി ഇത് ആക്രമിക്കാൻ ഇറാന് മിസൈലുകൾക്ക് സാധിക്കുന്നത് എന്നത് ഒരു അത്ഭുതമുണ്ടാക്കുന്ന കാര്യമാണ്. അവരുടെ ഡ്രോണുകളും അതുപോലെ മിസൈലുകളും ഉപയോഗിച്ചാണ് ഈ രണ്ട് ലക്ഷ്യങ്ങളെ തകർത്തിരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ആ ഒരു തിരിച്ചടിയിൽ നിന്ന് പിന്മാറ്റിയിരിക്കുകയാണ്. കാരണം ഇനിയും ഒരു തിരിച്ചടി ഉണ്ടായാൽ ഇതുപോലുള്ള ഇനി പെട്ടെന്ന് വർഷങ്ങളോളം ഇതിന് പകരമായൊരു റഡാർ സ്ഥാപിക്കാൻ കഴിയാത്ത വിധം അമേരിക്കയുടെ പ്രതിരോധം മിഡിൽ ഈസ്റ്റിൽ ഇല്ലാതായി പോകും. ഇറാൻ ഇനിയും അതുപോലുള്ള കേന്ദ്രങ്ങളെ ആയിരിക്കും ആക്രമിക്കുക. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം മിഡിൽ ഈസ്റ്റിൽ പ്രതികരിക്കാൻ കഴിയാത്ത ഒരു ഇരയായി മാറേണ്ട സാഹചര്യം വരും ഈ റഡാറുകൾ നഷ്ടപ്പെട്ടാൽ. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് യഥാർത്ഥത്തിൽ ഡൊണാൾഡ് ട്രംപിനെ ഇറാനെതിരെ ഒരു സൈനിക നടപടിയിലൂടെ ഇനി മുന്നോട്ട് പോകുന്നത് ശരിയല്ല, ഏതെങ്കിലും നിലയിൽ ഒരു ഡീലിംഗിലേക്ക് എത്തുന്നത് തന്നെയാണ് നല്ലത് എന്ന് മനസ്സിലാക്കി.